ഭോജശാല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? അതായത് ഈ ഭോജശാലയിൽ കമാൽ മൗല പള്ളിയുണ്ട്. ആ പള്ളി പ്രസിദ്ധമായിരുന്ന ഒരു സരസ്വതി ക്ഷേത്രം, 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പണിതുയർത്തിയ ഒരു സരസ്വതി ക്ഷേത്രം തല്ലിപ്പൊളിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ പണിതതാണ് എന്ന് ആക്ഷേപം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ തന്നെ ഇത് സംബന്ധിച്ച ചില തർക്കങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോഴത് ആ പ്രശ്നം കോടതിയിലെത്തി. അപ്പോൾ കോടതി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിന് കോട്ടം വരുത്താതെ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി, ഗവേഷണം എന്താണ് ആ അന്വേഷണം, പര്യവേഷണം, ഗവേഷണം ഇതൊക്കെ നടത്തിയിട്ട് എന്താണ് തൽസ്ഥിതി എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആർക്കിയോളജിക്കൽ വകുപ്പിനോട്, സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അവരവിടെ പോയി ഇത് പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലാണ് പറയുന്നത്, സരസ്വതി ദേവി ക്ഷേത്രം തല്ലിപ്പൊളിച്ച് എടുത്തതിൻ്റെ 106 സ്തൂപങ്ങൾ ഈ പള്ളിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ ക്ഷേത്രത്തിനെ മാറ്റിയതാണോ അതോ പൊളിച്ചു പണിതതാണോ? ക്ഷേത്രത്തെ അടിച്ചുളത്തിട്ട് അത് ഉപയോഗിച്ച് പണിതതാണ്. അതാണ് ക്ഷേത്രത്തെ ക്ഷേത്രം തല്ലിപ്പൊളിച്ചു, എന്നിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പള്ളി പണിത്. 82 തൂണുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ, ഈ സ്തൂപങ്ങൾ കൂടാതെ. പിന്നെ വിഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. മനുഷ്യരുടെയും ജന്തുക്കളുടെയും ഒക്കെ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ മൂർത്തികൾ കിട്ടിയിട്ടുണ്ട്. 94 ശില്പങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതത് എന്നാണ് 98 ദിവസം എടുത്ത് അവരിത് കണ്ടെത്താൻ ഇത് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ തൽസ്ഥിതി. അപ്പോൾ ഇതിലിപ്പോൾ അവർ പറയുന്ന കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ധർ മുസ്ലിം എന്ന് പറയും, ധർ പ്രദേശത്തെ മുസ്ലിം സംഘടനകളാണ് കൊടുത്തിരിക്കുന്നത്. മൗലാന കമാലുദ്ദീൻ വെൽഫെയർ അസോസിയേഷൻ കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ക്ഷേത്രം പൊളിച്ചിട്ടല്ല, അവിടെ ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു, ആ രാജകൊട്ടാരം പൊളിച്ചിട്ട് എടുത്ത അവശിഷ്ടങ്ങൾ കൊണ്ടാണ് മോസ്ക് പണിതത് എന്നാണ്. അത് ഭോജരാജാവിൻ്റെ കൊട്ടാരം പൊളിച്ചെടുത്ത അവശിഷ്ടങ്ങൾ കൊണ്ട് പണിതാണ്. ഈ കൊട്ടാരത്തിലും അമ്പലത്തിലുമൊക്കെ ഒരേ തരത്തിലുള്ള ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് കൊട്ടാരം പൊളിച്ചതാണ്, അമ്പലം പൊളിച്ചതല്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ 1903 തന്നെ ഞങ്ങൾ അന്നത്തെ ബ്രിട്ടീഷുകാരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തിനാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളി പണിതിരിക്കുന്നത് ഈ ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് എന്നുള്ളത് വസ്തുതയായി തെളിഞ്ഞിരിക്കുന്നു. അതാണ് തൽസ്ഥിതി. അത് ക്ഷേത്ര അവശിഷ്ടങ്ങളല്ല, കൊട്ടാരം പൊളിച്ചതാണ് എന്നുള്ള കാര്യം പിന്നീട് വന്നൊരു സാധനമാണ്. കൊട്ടാരത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകില്ലല്ലോ. ഇല്ല, വിഗ്രഹങ്ങൾ കൊട്ടാരത്തിൽ ആവശ്യം, ചിത്രപ്പണികളൊക്കെ ഉണ്ടാകാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. മക്കയും മദീനയും അടക്കം അറബ് പ്രദേശത്ത് പ്രവാചകൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട എല്ലാ മുസ്ലിം ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും അന്ന് അവിടെ നിലനിന്നിരുന്ന ദേവാലയങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് പണിതതാണ്. മക്കയും മദീനയും അടക്കം, ഇസ്രയേലിലുള്ള വിലാപത്തിൻ്റെ മതിലടക്കം എല്ലാം പൊളിച്ചടക്കിയിട്ട് പണിതേക്കണാണ്. അങ്ങനെ പൊളിച്ചടക്കി പണിയാൻ ദൈവശാസ്ത്രപരമായ ഒരു കാരണമുണ്ട് ഖുറാനിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രൂപമില്ലാത്ത ദൈവത്തിന് രൂപം സങ്കല്പിക്കുക, അത് കനത്ത ദൈവ നിഷേധമാണ്. കാരണം രൂപമില്ലാത്ത ദൈവത്തിന് രൂപം സങ്കല്പിച്ചുകൊണ്ടാണ് ബിംബാരാധകർ ദൈവത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. ആ ബിംബാരാധകരുടെ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളത് ദൈവനിഷേധത്തെ ഇല്ലാതെയാക്കലാണ്. ആ ദൈവനിഷേധത്തെ ഇല്ലാതെയാക്കിയിട്ട് അതേ സ്ഥാനത്ത് യഥാർത്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം
ഉറപ്പുവരുത്തുന്നതാണ് പള്ളി പണിയുന്നത്. ഇതാണ് അവരുടെ രീതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക മത പണ്ഡിതന്മാരും ഇസ്ലാമിക രാജപ്രമുഖന്മാരുമൊക്കെ മറ്റ് രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് അവിടെ പള്ളി പണിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അത് അവരുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ആവശ്യവുമാണ്. നിഷേധിക്കാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ടാണ് പ്രവാചകൻ അത് തന്നെ ചെയ്തത്. മക്കയും മദീനയും മാത്രമല്ല, അനേകം പള്ളികൾ ഇങ്ങനെ പണിതിട്ടുള്ളതാണ്. ആ പള്ളികളിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈസ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത് പുതുക്കി പണിത് കുറേയൊക്കെ മോഡേൺ രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും സംഭവം ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതര മതങ്ങൾ നിലനിൽക്കേണ്ടതില്ല. ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകരുമായിട്ടുള്ളവരെ ദൈവത്തെ ബിംബരൂപത്തിൽ സങ്കല്പിക്കുന്നതുമായ മതവിശ്വാസ പ്രമാണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കേണ്ടതില്ല എന്ന വിശ്വാസമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ആ വിശ്വാസത്തിന് അനുസൃതമായിട്ട് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സംഗതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാതിരിക്കാൻ ഇവർക്കാകില്ല. അപ്പോൾ ഇതിനെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അവരിതിനെ തകർക്കുന്നത്. കാരണം രൂപമില്ലാത്ത ദൈവത്തെ രൂപത്തിൽ വെച്ചിട്ട് ആരാധിക്കുന്നു. ദൈവം ആഹാരം കഴിക്കില്ല, പക്ഷെ ആ ദൈവത്തിന് പ്രസാദം സമർപ്പിക്കുന്നു, എന്നിട്ടത് സ്വീകരിക്കുന്നു. മനുഷ്യനും ദൈവവും ഒരേ തരത്തിലുള്ള ആഹാരം കഴിക്കുന്നതായിട്ട് സങ്കല്പിക്കപ്പെടുന്നു. ഇതൊക്കെ ഒന്നും ഇസ്ലാമിൽ അചിന്ത്യമാണ്. ഇസ്ലാം മതത്തിൻ്റെ സങ്കല്പത്തിൽ അങ്ങനെയൊന്നും പറയാനും പാടില്ല, ചെയ്യാനും പാടില്ല. അപ്പോൾ അങ്ങനെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാം മത ആധിപത്യം ആഗ്രഹിക്കുന്ന ആരുടെയും അടിസ്ഥാന കർമ്മമാണ്. അവരത് ചെയ്തിരിക്കണം. അതിനു വേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് ചെയ്തേക്കുന്നത്. ആക്രമണകാരികളായിട്ട് ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഗോറി ആയാലും ഗസ്നി ആയാലും ഔറംഗസേബ് ആയാലും അതിനുശേഷം വന്നിട്ടുള്ള എല്ലാവരും ഈ ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അവരെല്ലാവരും ചെയ്തിട്ടുണ്ട് ഈ ഹീനകൃത്യം. ഇതര മതസ്ഥരെ നശിപ്പിക്കുക എന്ന ഹീനകൃത്യം, അവരെ ശരിപ്പെടുത്തുക എന്ന് പറയുന്ന ഹീനകൃത്യം, അതിവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മാത്രമാണ് ഏക സമ്പൂർണമായ മതം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഖുറാനിൽ പറയുന്ന അല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്ത് നിലനിൽക്കേണ്ടതില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി ഉള്ള നിലനിൽപ്പ് മാത്രമാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കാനുള്ള അവകാശം അതിലില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവരതും ചെയ്യുന്നുണ്ട്. ഇവരുടെ മതമാണ് പെർഫെക്റ്റ് എന്ന് അവർ വിശ്വസിച്ചോട്ടെ. പക്ഷേ നിങ്ങളുടെ മതം പെർഫെക്റ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ്റെ മതത്തിൻ്റെ ആരാധനാലയങ്ങളെ നശിപ്പിക്കുന്നത് എന്ത് നിയമം അനുസരിച്ചിട്ടാണ്? അത് നിങ്ങളുടെ ദൈവം പറഞ്ഞതാണെങ്കിൽ ആ നിങ്ങളുടെ ദൈവവിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നമുക്കും അവകാശമുണ്ടല്ലോ. ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവവുമായിട്ടിരിക്കട്ടെ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവവുമായിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അത് അംഗീകരിക്കാൻ മുസ്ലിം ഈ ആക്രമണകാരികളും മതമൗലികവാദികളായി ഇവിടെ വന്നിട്ടുള്ളവരും തയ്യാറായിട്ടില്ല. അങ്ങനെ അവർ നശിപ്പിച്ച ഒരു ക്ഷേത്രം കൂടി അത് പള്ളിയല്ല ക്ഷേത്രമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വസ്തുത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.